വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും ലക്ഷ്യമിട്ടിരിക്കുന്ന മുസ്ലിം ലീഗിനെയാണ്. മുസ്ലിം ലീഗ് അധികാരത്തിൽ വരികയാണെങ്കിൽ, അവർ തിരിച്ചു വരികയാണെങ്കിൽ കേരളം ഒരു ശരിയത്ത് നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിം രാജ്യമായി മാറുമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും വെള്ളാപ്പള്ളി നടേശൻ കുറച്ച് നാളുകളായി മുസ്ലിം ലീഗിനെ ലക്ഷ്യമിട്ടിരിക്കുന്നത്? പല കാരണങ്ങളുണ്ട്. ഈ പ്രധാനമായിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ അഥവാ മുസ്ലിം സമുദായത്തിൻ്റെ അപ്രമാദിത്വമാണ്. അപ്പോൾ രണ്ട് മുന്നണികളെയും വരച്ച വരയിൽ നിർത്താൻ മുസ്ലിം സമുദായത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ വെള്ളാപ്പള്ളി ഇവിടെ പറയാതെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, സാധാരണ തുടർച്ചയാണല്ലേ. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുൻപ് തുടങ്ങിയ പ്രസ്താവന നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മാത്രമല്ല, അദ്ദേഹം കഴിഞ്ഞ ഒരു 10-12 വർഷമായിട്ട്, പ്രത്യേകിച്ചും 5ാം മന്ത്രി വിവാദം ഉണ്ടായപ്പോൾ മുതൽ വെള്ളാപ്പള്ളി നടേശൻ വളരെ കൃത്യമായിട്ട് ഈ 5ാം മന്ത്രിയെ പ്രഖ്യാപിച്ചത് ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അത് കേരളത്തിൻ്റെ എന്താ പറയുക, മനസാക്ഷിക്ക് ഒരു പോറൽ അല്ലെങ്കിൽ ഒരു മുറിവേൽപ്പിക്കില്ലായിരുന്നു. 5ാം മന്ത്രിയെ പ്രഖ്യാപിച്ചത് പാണക്കാട് തങ്ങളാണ്. അതൊരു വലിയ, അത് കേരള സമൂഹം അത്ര നിസ്സാരമായിട്ടല്ല അതിനെ കണ്ടത്. അത് ഈ കേരളത്തിൻ്റെ ഒരു പൊതുബോധത്തിന് സൃഷ്ടിച്ച ആഘാതം വളരെ വലുതാണ്. അന്ന് തുടങ്ങി വെള്ളാപ്പള്ളി നടേശനും സമുദായ നേതാക്കളെല്ലാവരും, അത് വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല, NSSൻ്റെ ജനറൽ സെക്രട്ടറി, അതുപോലെ ക്രിസ്ത്യൻ സംഘടനകളുടെ അധ്യക്ഷന്മാർ, മതമേലധ്യക്ഷന്മാർ ഒക്കെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്നേ ഉള്ളൂ. ചിലർ കൂടുതൽ ശക്തമായി പ്രതികരിച്ചു, ചിലർ മിതമായി പ്രതികരിച്ചു, ചിലർ കുറച്ച് മൃദുവായി പ്രതികരിച്ചു, അങ്ങനെയുള്ളൂ. പക്ഷേ അതെല്ലാവരിലും സൃഷ്ടിച്ച ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. ഇതെങ്ങോട്ടാണ് ഈ പോക്ക്? മുസ്ലിം ലീഗിന് 5ാമത്തെ ഒരു മന്ത്രിയെ കൊടുക്കുന്നതിൽ ഒരു പക്ഷേ അന്ന് UDF അത് ചർച്ച ചെയ്ത് മുഖ്യമന്ത്രി തീരുമാനമെടുത്ത് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ അത് കുറച്ച് ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ലീഗിന് വഴങ്ങുന്നു, പിന്നെ ലീഗിൻ്റെ അപ്രമാദിത്വം എന്നൊക്കെ പറഞ്ഞ് അതങ്ങ് ഒതുങ്ങിയേനെ. പക്ഷേ ആ പ്രഖ്യാപനം വന്നത് പാണക്കാട് തറവാട്ടിൽ നിന്നാണ്. അതാണ് ജനങ്ങളെ, ഈ കേരളത്തിൻ്റെ പൊതുബോധത്തെ, കേരളത്തിൻ്റെ മനസാക്ഷിയൊക്കെ മുറിവേൽപ്പിച്ചത് അതാണ്. അത് ഈ പാണക്കാട് തങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പ്രഖ്യാപിച്ചു എന്നുള്ളതിൻ്റെ കാര്യകാരണങ്ങളിലേക്കല്ല ഞാൻ പോകുന്നത്. അത് സൃഷ്ടിച്ച അതിൻ്റെ അനുരണനങ്ങൾ അല്ലെങ്കിൽ അത് സൃഷ്ടിച്ച ഫലങ്ങൾ എന്താണ് എന്നുള്ളതാണ് വിഷയം. അന്ന് തുടങ്ങി വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായിട്ട് അതിൽ ഏറ്റവും നന്നായി അല്ലെങ്കിൽ മാരകമായി ഒക്കെ അതിനോട് പ്രതികരിച്ചത് വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ പ്രതികരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. നമുക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട ചില വശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഈ പറഞ്ഞതുപോലെ അന്ന് തുടങ്ങി പല പല സന്ദർഭങ്ങളിലായിട്ട് നമ്മൾ കാണുന്ന കാഴ്ച, മുസ്ലിം സമുദായം, നേരത്തെ മുസ്ലിം സമുദായത്തിന് വേണ്ടി രാഷ്ട്രീയമായിട്ട് പോരാടാൻ ഇറങ്ങിയിരുന്നത് മുസ്ലിം ലീഗ് ആണെങ്കിൽ, നമ്മൾ ഇന്ന് കാണുന്നത് അസംഖ്യം സംഘടനകൾ മുസ്ലിം സമുദായത്തിന് വേണ്ടി ഇങ്ങനെ ഉറച്ച ശബ്ദത്തിൽ രംഗത്ത് വരുന്നൊരു കാഴ്ചയുണ്ട്. അതിൽ അവരുടെ ആവശ്യങ്ങൾ, മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ നല്ലതും ചീത്തയുമായ ആവശ്യങ്ങളുണ്ട്. പലതും നമുക്ക് ചർച്ച ചെയ്താൽ അത് ഒരു പക്ഷേ ഈ കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു അന്തരീക്ഷത്തെ അത് വല്ലാതെ മാറ്റിമറിക്കും. അങ്ങനൊരു ഭയം എല്ലാവരിലുമുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സ്കൂൾ സമയം മാറ്റുന്നതിനെതിരെ രംഗത്ത് വന്നത് സമസ്ത എന്ന മത പുരോഹിതന്മാരുടെ സംഘടനയാണ്. അവരുയർത്തിയ ഭീഷണി അല്ല, അതൊരു കാര്യം മാത്രമല്ലല്ലോ, എണ്ണിപ്പറയാവുന്ന എത്ര അതെ, എണ്ണിപ്പറയാവുന്ന നിരവധി സംഭവങ്ങളുണ്ട്. ഞാൻ ഒരെണ്ണം എടുത്ത് പറയുക. അവിടെ ഇടതുപക്ഷം അവരുടെ മുന്നിൽ അങ്ങേയറ്റം ദുർബലമാകുന്ന കാഴ്ചയല്ലേ കേരളം കണ്ടത്? സാധാരണ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 10-15 വർഷം മുമ്പ്, ഏറ്റവും അവസാനം 2006 തൊട്ട് VS ആയിരുന്നല്ലോ മുഖ്യമന്ത്രി. VS സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനൊരാവശ്യം അവർ മുന്നോട്ട് വയ്ക്കുമോ?
അന്നും ഒരു വിവാദം നടന്നു. മതമില്ലാത്ത ജീവൻ എന്ന് പറഞ്ഞൊരു പുസ്തകം ഒരു സിലബസിൽ ഒരു ചാപ്റ്റർ പഠിപ്പിക്കാനുണ്ടായിരുന്നു അന്ന് ഒരു പുസ്തകത്തിൽ. അപ്പോൾ അത് വലിയ വിഷയം. പക്ഷെ അത് മുസ്ലിം സമുദായം മാത്രമല്ല, ക്രിസ്ത്യൻ സമുദായവും അതിനെതിരെ രംഗത്ത് വന്നു. അതുപോലെ ഹിന്ദുക്കളിൽ ചില വിഭാഗങ്ങളും അതിനെതിരെ രംഗത്ത് വന്നു. മതമില്ലാത്ത ജീവൻ എന്ന ആ പാഠഭാഗം പഠിപ്പിക്കുന്നതിനെതിരെ അവസാനം സർക്കാർ ആ പാഠഭാഗം വേണ്ടെന്ന് വെച്ചു, അത് പഠിപ്പിക്കേണ്ട, ഒഴിവാക്കി. അന്ന് ആ ടെക്സ്റ്റ് ബുക്ക് കത്തിച്ചാണ് പ്രതിഷേധിച്ചത് കോൺഗ്രസ് ഒക്കെ. അന്നത് ഈ മതപരമായ ഘടകങ്ങൾ അതിനകത്തുണ്ടായിരുന്നെങ്കിലും അതിനെ രാഷ്ട്രീയമായിട്ടാണ് അത് ആ സമരം മുന്നോട്ട് വന്നതും ഉയർന്നു വന്നതും മുന്നോട്ട് പോയതും ഒക്കെ. പക്ഷേ സമസ്തയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇപ്പോൾ സഖാവ് പിണറായി വിജയൻ എന്ന ഇരട്ടച്ചങ്കൻ ഭരിക്കുന്ന കാലത്ത് അല്ലേ, ഊരിപ്പിടിച്ച വടിവാളുകൾക്കിടയിലൂടെ നടന്ന് ബ്രണ്ണൻ കോളേജിലെ SFIയെ വളർത്തിയ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ വളർത്തിയ പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് കാരണഭൂതനും സൂര്യനുമൊക്കെയായ സഖാവ് പിണറായി വിജയൻ, സഖാക്കളുടെ കണ്ണിലുണ്ണിയായ പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് സമസ്ത ഒന്ന് കുനിയാൻ പറഞ്ഞപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി മുട്ടിലിഴയുന്ന കാഴ്ചയാണ് കണ്ടത് എന്ന ആക്ഷേപം രാഷ്ട്രീയ എതിരാളികൾക്ക്, പ്രതിപക്ഷത്തിന് ഒക്കെ കൊടുക്കാൻ, മറ്റ് സമുദായ സംഘടനകൾക്ക് ഒക്കെ അത് പറയാനുള്ളൊരു അവസരം കൊടുക്കുന്ന കാഴ്ചയല്ലേ കേരളം കണ്ടത്. അതുപോലെ തന്നെ ഈ വെള്ളിയാഴ്ചത്തെ അവധി പ്രശ്നം, ഉച്ചയ്ക്ക് മുസ്ലിം കുട്ടികൾക്ക് സമയം നീട്ടി നൽകുന്നത്, പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം നീട്ടി നൽകുന്നത്, അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചൊക്കെ വിവാദങ്ങളാണ് ഉണ്ടായത്. ഇത് ഫലപ്രദമായി നേരിടുന്നതിൽ ഇടതുപക്ഷ സർക്കാർ പരാജയപ്പെട്ടു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പൊതുസമൂഹം അങ്ങനെയാണ് അതിനെ കാണുന്നത്. ചർച്ചയാകാം. എന്ത് ചർച്ച? ഹൈക്കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ പഠന സമയം വർദ്ധിപ്പിച്ചു. അത് ഞങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു തരത്തിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് ശക്തമായിട്ട് പറയുന്നതിന് പകരം അവിടെ ഇതിനോട് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. അയ്യോ, നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതേ, ഇത് ഹൈക്കോടതി പറഞ്ഞതാണേ എന്നൊക്കെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ അവരോട് കെഞ്ചി പറയുന്ന ഒരു കാഴ്ച നമ്മൾ കേരളം കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവരെ ആഴത്തിൽ ചിന്തിപ്പിക്കും. അത് ചിന്തിപ്പിച്ചു, അതിൻ്റെ ഫലമാണ് ഇത്. SNDP ഒരു പുതിയ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ കൃത്യമായിട്ടും ഈ ഇന്നത്തെ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ഒരു സ്വത്വാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാനുള്ള ശ്രമമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞത് എന്ന് വെച്ചാൽ മതപരമായി, ജാതീയമായി കൃത്യമായിട്ടും ഒരു വോട്ട് ബാങ്ക്, മതജാതി തൂണുകളിൽ നിൽക്കുന്ന ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കാനുള്ള ശ്രമമാണ്. അതിലവർ വിജയിക്കുകയും ചെയ്യും. അത് വിലപേശാനുള്ള ഒരായുധമാക്കി തീർച്ചയായിട്ടും അദ്ദേഹം ഉപയോഗിക്കും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. നമ്മളത് മുമ്പും കണ്ടിട്ടുണ്ട്. പണ്ട് +2 സ്കൂൾ അനുവദിക്കുന്ന 96-2001 കാലത്തെ സർക്കാർ, അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നത് PJ ജോസഫാണ്. PJ ജോസഫ് +2 സ്കൂളുകൾ അനുവദിക്കുന്നതിൽ വലിയ വിവേചനം കാണിച്ചെന്നുള്ള ആക്ഷേപവും ആരോപണവും ഒന്ന് ഉയർന്നിരുന്നു. അന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, തൊടുപുഴയിൽ തീർച്ചയായിട്ടും മറ്റാര് ജയിച്ചാലും തൊടുപുഴയിൽ PJ ജോസഫ് ജയിക്കില്ല ഇടതുപക്ഷത്തിൻ്റെത് എന്ന് പറഞ്ഞ് അന്ന് പത്രങ്ങളിൽ വാർത്ത വന്നത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് ഞാനൊരു ജേർണലിസം വിദ്യാർത്ഥി ആയിരുന്ന കാലമാണ് അതൊക്കെ. അപ്പോൾ അന്ന് പറയുക മാത്രമല്ല, തൊടുപുഴയിലെ SNDP പ്രവർത്തകർ വീടാന്തരം കയറി ഇറങ്ങി, പ്രത്യേകിച്ചും വളരെ കൃത്യമായിട്ട് ഹിന്ദുക്കളുടെ വീടുകൾ കയറി ഇറങ്ങി ബോധവൽക്കരണം നടത്തി പ്രത്യേക ലഘുലേഖകൾ കൊടുത്ത് PJ ജോസഫിനെ തോൽപ്പിച്ചു. അന്ന് PJ ജോസഫ് തോറ്റു അവിടെ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശേഷിയുള്ള, കരുത്തുള്ള ഒരു സമുദായ സംഘടനയാണ് SNDP. NSSും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരൊക്കെ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി. കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറുകയാണ്. അത് വർഗാധിഷ്ഠിത ഒരു രാഷ്ട്രീയത്തിൽ നിന്ന്, അതായത് തൊഴിലാളി മുതലാളി എന്നൊക്കെ പറഞ്ഞുള്ള നമ്മൾ കാണുന്ന സോക്കാൾഡ് രാഷ്ട്രീയം ഉണ്ടല്ലോ കേരളത്തിലെ, അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് പൂർണ്ണമായിട്ടും മാറി
പുതിയൊന്നായി എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതിനകത്ത് വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ പറയുന്നത് പോലെ ജാതി മത പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള ഒരു സ്വഭാവത്തിലേക്ക് അത് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിനകത്ത് മറ്റ് ചില മാറ്റങ്ങളും കൂടി അതിനകത്ത് വരാനുണ്ട്. അത് നമ്മുടെ ഇവിടെ സംസാരിക്കാൻ ഉള്ളൊരു വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. വളരെ കൃത്യമായിട്ട് ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കുകയാണ്. ആ വോട്ട് ബാങ്ക് വെച്ച് വിലപേശാൻ അവർ ഇനി വളരെ ശക്തമായിട്ട് ശ്രമിക്കും. അത് നമുക്ക് ഭാവിയിൽ വരുന്ന ഇലക്ഷനുകളിൽ, തിരഞ്ഞെടുപ്പുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. വളരെ കൃത്യമായിട്ട് അത് കേരളത്തിലെ ഇന്നത്തെ മുന്നണി സംവിധാനങ്ങളെ പൊളിച്ചെഴുതും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതൊരു തരത്തിൽ പറഞ്ഞാൽ BJP മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കൂടി ഭാഗമാണ് അത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല, SNDPയിലെ പല നേതാക്കളും ഇന്ന് മുമ്പ് BJP പറഞ്ഞിരുന്ന, BJP പ്രചരിപ്പിച്ചിരുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തെ SNDPയും ഏറ്റെടുക്കുന്നൊരു കാഴ്ചയാണ് കേരളം ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ദിവസങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം, രാഷ്ട്രീയ ചിത്രം, രാഷ്ട്രീയ അന്തരീക്ഷം ഒക്കെ മാറുകയാണ്. അത് മാറിക്കൊണ്ടിരിക്കുന്നു. അത് ഒരു വിലപേശൽ, ഒരു വോട്ട് ബാങ്ക് നിർമ്മിച്ച്, വോട്ട് ബാങ്ക് സൃഷ്ടിച്ച് അതിൻ്റെ പേരിലുള്ള ഒരു വിലപേശൽ രാഷ്ട്രീയമായിട്ട് മാറുമോ എന്നുള്ളതാണ് നമ്മളിനി കാണേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.